പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ടീച്ചർ ഒരു പ്രത്യേക രീതിയിലാണ് ക്ലാസുകൾ എടുത്തിരുന്നത്. എല്ലാം ഉദാഹരണസഹിതമാണ് വിശദീകരിച്ചു കൊടുത്തിരുന്നത്. കുട്ടികൾക്ക് അവരുടെ ക്ലാസ് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. ഒരു മാതൃകാ അധ്യാപികയായി അവരെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചു. വ്യക്തിജീവിതത്തിലും ആ വിശുദ്ധി അവർ കാത്തുസൂക്ഷിച്ചു. പഠിപ്പിക്കുന്ന വിഷയവുമായി ബന്ധമുള്ള അനേകം കാര്യങ്ങൾ ആ ക്ലാസുകളിൽ കടന്നുവരും. അന്നത്തെ ക്ലാസ് സ്നേഹത്തെപ്പറ്റിയായിരുന്നു. ഒരു കുട്ടി ചോദിച്ചു, എവിടെ നിന്നാണ് ടീച്ചർ നമുക്ക് യഥാർത്ഥമായ സ്നേഹം കിട്ടുക? ടീച്ചർ പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാം. അതിനു മുൻപ് നീ ഞാൻ പറയും പോലെ ചെയ്യണം. ഗോതമ്പ് പാടത്തു പോയി ഏറ്റവും വലിയ ഗോതമ്പ് മണി കണ്ടുപിടിച്ച് പറിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവരണം. കുട്ടി പോകാൻ എഴുന്നേറ്റു. ടീച്ചർ പറഞ്ഞു, ഒരു ചെറിയ നിബന്ധനയുണ്ട്. ഒരു വരിയിലെ ചെടികൾക്കിടയിലൂടെ ഒരു തവണ മാത്രമേ പോകാൻ പറ്റൂ. അതുപോലെ തിരിച്ചു വന്ന് ഒരെണ്ണം പറിച്ചെടുക്കാനും പാടില്ല. കുട്ടി ഗോതമ്പ് പാടത്തു ചെന്നു. ആദ്യത്തെ വരിയിൽ കൂടി നടന്നു തുടങ്ങി. ആ വരിയിൽ തന്നെ ഒരു കതിരിൽ വലിയ ഒരു ഗോതമ്പ് മണി കണ്ടു. പറിക്കണോ? വേണ്ട, ഇതിലും വലുത് കാണാതിരിക്കില്ല. അടുത്ത വരിയിൽ ചെന്നു. അതാ കിടക്കുന്നു മുൻപ് കണ്ടതിലും ഇത്തിരി കൂടി വലിയത്. ഇതു പറിക്കാം. ഉടനെ ചിന്തിച്ചു, രണ്ടാമത്തെ വരിയല്ലേ ആയുള്ളൂ, ഇനിയും എത്രയോ വരികൾ കിടക്കുന്നു. ഇതിലും വലിയത് ഇനിയും ഒത്തിരി കാണും. അവൻ ആ ഗോതമ്പ് മണി തിരഞ്ഞ് നടപ്പായി. പാടത്തിൻ്റെ പകുതി ഭാഗം പിന്നിട്ടപ്പോഴാണ് അവന് മനസ്സിലായത്, ആദ്യത്തെ വരിയിൽ കണ്ടതുപോലെ മുഴുത്ത മണികൾ ഇപ്പോൾ കാണാനില്ല. ആദ്യത്തെ 1-2 വരികളിൽ കണ്ടതാണ് ഏറ്റവും വലിയ മണികൾ. തിരിച്ചുപോയി പറിക്കാൻ അനുവാദമില്ലല്ലോ. അവൻ മുന്നോട്ട് തന്നെ നീങ്ങി. മുഴുവൻ വരികളും തിരഞ്ഞ് വെറും കൈയോടെ ക്ലാസ്സിലേക്ക് മടങ്ങി. കുട്ടിയെ പുറത്തു തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് ടീച്ചർ പറഞ്ഞു, സാരമില്ല, ഇത് നിനക്കു മാത്രം പറ്റിയ തെറ്റല്ല. എത്രയോ തലമുറകളായി എത്രയോ പേർക്കിത് പറ്റുന്നു. ആദ്യത്തെ 1-2 വരികളിൽ നീ കണ്ട മുഴുത്ത ഗോതമ്പുമണികളാണ് യഥാർത്ഥ സ്നേഹം. ആദ്യത്തെ മാത്രയിൽ നമ്മൾ അത് തിരിച്ചറിയില്ല. നമ്മൾ ചിന്തിക്കും, ഇതിലും വലിയ സ്നേഹം ഇനിയും ലഭിക്കാനുണ്ട് എന്ന്. കൂടുതൽ നല്ലതിനായി വൃഥാ കാത്തുകാത്തിരുന്ന് ഒടുക്കം നമ്മൾ തിരിച്ചറിയും, ആദ്യം നമുക്ക് ലഭിച്ചതാണ് യഥാർത്ഥ സ്നേഹമെന്ന്. തണലാണ് കുടുംബം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.